നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ സാഗറും ജുനൈസും ആദ്യം എത്തുന്നു. അതിന് തൊട്ട് പിന്നാലെ ജോർജും എത്തുന്നു. ഇവരുടെ പുതിയൊരു പടത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. വന്ന സമയത്ത് കണ്ടസ്റ്റൻറ്റുകളൊക്കെ പരിചയപ്പെടുമ്പോൾ ജോർജ് പറയുന്നുണ്ട്, എനിക്ക് ജിൻഡോയെ നേരത്തെ അറിയാം. കൊറോണ സമയത്തൊക്കെ ട്രെയിനിങ് ചെയ്യാനായിട്ട് ജോർജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജിൻഡോ. അങ്ങനെ ഈ പുതിയ പടത്തിൻ്റെ പ്രൊമോഷനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ജോർജ് പറഞ്ഞൊരു കാര്യം, ഈ സിനിമയിൽ ജിൻഡോ ഉണ്ടാവേണ്ടതായിരുന്നു. ആ സമയത്താണ് ജിൻഡോ ബിഗ് ബോസിലേക്ക് വന്നത്. അപ്പോൾ ഒന്നും മടിക്കാതെ ജിൻഡോ ചോദിക്കുകയാണ്, അടുത്ത സിനിമയിൽ അവസരം തരണമെന്ന്. അപ്പോൾ ജോർജ് പറഞ്ഞു, തീർച്ചയായിട്ടും അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവും, കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുന്നു. എന്തായാലും ഈ ബിഗ് ബോസ് ഹൗസിൽ വന്നില്ലായിരുന്നെങ്കിൽ ജിൻഡോയെ നമ്മളൊരു സിനിമ നടനായിട്ട് മാത്രമായിരുന്നു കാണുക. ഈ പുതിയ പടം റിലീസാകുമ്പോൾ അതിൽ ഒരു അഭിനേതാവായിട്ട് ജിൻഡോയെ നമ്മൾ വെള്ളിത്തിരയിൽ കാണേണ്ട വന്നാണ്. പക്ഷേ അതിനുമൊക്കെ എത്രയോ അപ്പുറമാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം പ്രേക്ഷകരുടെ സ്നേഹം ഏറ്റുവാങ്ങുക, ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നമ്പർ 1 കണ്ടസ്റ്റൻ്റായി മാറുക. 100 ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പ്രേക്ഷകർ ഏറ്റവും അധികം കാണാനും മിണ്ടാനും ആഗ്രഹിക്കുന്നത് ഈ ജിൻഡോ എന്ന കണ്ടസ്റ്റൻറ്റിനെ ആയിരിക്കും. എന്തായാലും ജിൻഡോയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ. ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കണ്ടപ്പോൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.